ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ അവധി സമയമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പാട്ടൊക്കെ പഠിച്ച് തുടങ്ങിയാലോ? ഒരു ചെറിയൊരു ആക്ഷൻ സോങ് ചെയ്ത് നമുക്ക് തുടങ്ങാം. റെഡിയാണോ ആക്ഷൻ സോങ് പഠിക്കാൻ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? കുരിശ് വരച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്ത് കാര്യമാണെങ്കിലും, നമ്മൾ പഠിക്കാനിരിക്കുവാണെങ്കിലും, നമ്മൾ യാത്രയ്ക്ക് പോവുകയാണെങ്കിലും, നമ്മൾ എന്ത് കാര്യത്തിന് പോവാണെങ്കിലും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുരിശ് വരയ്ക്കണം. അപ്പൊ നമുക്കൊന്ന് കുരിശ് വരച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കുരിശ് വരച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പാടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ടൊന്ന് പഠിക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമേ. ആ പാട്ടിന്റെ ലിറിക്സ് ഞാൻ ഒരു പ്രസന്റേഷൻ പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് അറിയാമോ എന്ന് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണാമോ? ഓക്കെ, അപ്പൊ നമ്മള് ഈ പാട്ട് പഠിക്കുമ്പോ പാട്ട് പഠിക്കുമ്പോ എല്ലാരും ഒന്ന് മ്യൂട്ട് ആവുമോ? ഓക്കെ, നിങ്ങള് ഇതിന്റെ കൂടെ നിങ്ങൾ പാടുക. പാട്ട് ഇങ്ങനെയാണ്: മത്തായി 13:31 ഒരു കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. ഓക്കെ, മത്തായി 13:31 ഒരു കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. കടുകുമണി കണ്ടിട്ടുണ്ടോ എല്ലാവരും? കടുകുമണി കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കടുകുമണി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. വളരെ ചെറിയ ഒരു സെറിലാണ് അല്ലെ കടുകുമണി എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് മത്തായി 13:31 പറയുന്നത്. അപ്പൊ ആ കഥയെക്കുറിച്ചാണ് നമ്മൾ ഈ പാട്ടിന്റെ രൂപത്തിൽ നമ്മൾ പാടാൻ പോകുന്നത്. പാട്ട് ഇങ്ങനെയാണ്: മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? ഇനി ആ കഥ എന്താണെന്നുള്ളതാണ് ബാക്കി പറയുന്നത്. കണ്ടാൽ ഏറ്റവും ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. പാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് കൃഷി ചെയ്യുമ്പോൾ അല്ലെ. കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിന്റെ വിത്തുകൾ നമ്മൾ പാകി അതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് വലുതാകും, വലിയ ഒരു മരമായിട്ട് മാറും. ആ മരത്തിൽ അതിൽ പറവകൾ ചേക്കേറും. ഇതുപോലെയാണ് സ്വർഗരാജ്യം എന്നാണ് ഈ പാട്ട്. അപ്പൊ ഞാൻ പാട്ടൊന്ന് പാടാം. ഓക്കെ, നിങ്ങൾ ഈ ലിറിക്സ് നോക്കിയിട്ട് പാട്ട് ലിറിക്സിന്റെ കൂടെ ഞാൻ ഈ പാടുന്നതിന്റെ കൂടെ നിങ്ങൾ പാടുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, പാട്ടിങ്ങനെയാണ്: മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. ഓക്കെ, പാട്ടിങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പാടാം. നമുക്ക് പാട്ടൊന്ന് പെട്ടെന്നൊന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പാടാം. അറിയാവുന്നവർ പഠിച്ചവർ കൂടെ പാടുക. ഓക്കെ, പാട്ടിങ്ങനെയാണ്: മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. കണ്ടാലേറ്റം ചെറുതാണ്,
പാകുമ്പോൾ അത് വലുതാകും, അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. ഓക്കെ, പാട്ടത്തിലുള്ള അപ്പൊ ഇതിനൊരു ചെറിയ ആക്ഷനും കൂടി ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ഷൻ ഇഷ്ടമാണോ? ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ ആക്ഷൻ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലെ ആക്ഷൻ. ഓക്കെ, ശരി. അപ്പൊ എന്നെ ശ്രദ്ധിച്ചോണേ. ആക്ഷൻ ഇങ്ങനെ, മത്തായി എന്ന് പറയുമ്പോൾ നമ്മള് കൈകൂപ്പി. മത്തായി 13:31 ഒരു കഥയുണ്ട്. അപ്പൊ എങ്ങനെയാണ്? മത്തായി 13:31 ഒരു കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ്? മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? ഓക്കെ, ഇപ്പൊ ഈ ആക്ഷൻ ഒന്ന് ചെയ്തേ. റെഡി? 1 2 3 4. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? അടുത്തത്, കണ്ടാലേറ്റം ചെറുതാണ്. പാകുമ്പോൾ, പാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കൊട്ടയുണ്ടാവും, അതിൽ നിന്നെടുത്താണ് നമ്മൾ പാകുന്നത്. എങ്ങനെയാണ്? കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. ശരി, കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും, അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. പഠിച്ചോ നിങ്ങള്? ഞാൻ എന്റെ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ലിറിക്സ് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ചെയ്യാം. പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് എത്തിക്കാമോ? അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിറിക്സ് പഠിച്ചല്ലോ, അപ്പൊ നമുക്ക് പാടാം. പാടി നമുക്ക് ആക്ഷൻ ചെയ്ത് നമുക്കൊന്ന് സന്തോഷമായിട്ടിരിക്കാം. ഓക്കെ, റെഡി? 1 2 3 4. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും, അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഈ പാട്ടൊന്ന് പാടാം, നിങ്ങൾ എല്ലാവരും ചെയ്യുവോ? ഞാൻ ആക്ഷൻ കാണിക്കണോ? വേണ്ടല്ലോ, വേണ്ട, നിങ്ങൾ ചെയ്യും. ഓക്കെ, കുറച്ചു പേരുടെ വീഡിയോ കാണുന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, 1 2 3 4. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. മത്തായി 13:31 കഥയുണ്ട്, ഒരു കടുകുമണിയുടെ കഥയുണ്ട്. പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? പറയാമോ പറയാമോ നിങ്ങൾക്ക് ആ കഥ പറയാമോ? കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും. കണ്ടാലേറ്റം ചെറുതാണ്, പാകുമ്പോൾ അത് വലുതാകും, അതിൽ പറവകൾ ചേക്കേറും, ഇതുപോൽ സ്വർഗരാജ്യം.
അതിൽ പറവകൾ ചേക്കേറും ഇതുപോൽ സ്വർഗരാജ്യം. വെരി ഗുഡ്, സൂപ്പർ പാട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ എന്താണെന്നുള്ളത്? കഥയിൽ എന്താണ് പറയുന്നത്? സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടുകുമണിക്ക് തുല്യമാണ്. കടുകുമണിക്ക് തുല്യമാണെന്നുള്ളത് കണ്ടാൽ, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷെ ഇത് നമ്മൾ പാകി കഴിയുമ്പോൾ, നമ്മള് സ്വർഗരാജ്യം അല്ലെങ്കിൽ കടുകുമണി നമ്മൾ പാകി കഴിയുമ്പോൾ ഇത് വളർന്ന് വലിയൊരു മരമാകും. ഈ ഒരു മരത്തില് പക്ഷികൾക്ക് പക്ഷികൾ ചേക്കേറും, അവർക്ക് കൂട് വെക്കും, അവർക്ക് തണൽ കൊടുക്കും, അല്ലെ? അവർക്ക് അതിൽ നിന്നും നല്ല ഫലങ്ങൾ കിട്ടും. ഇതുപോലെയാണ് സ്വർഗരാജ്യം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ഈശോ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു സ്വർഗരാജ്യത്തിന്റെ ഭാഗമാകാനാണ്, അല്ലേ? ആണോ? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറാനായിട്ടാണ് ഈശോ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈശോ ചെറിയ 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 പദ്ധതികൾ നമ്മളെ കുറിച്ച് ഈശോ കരുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എന്നെ കുറിച്ച് ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ വചനം? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈശോ ഒരു പദ്ധതി കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതും. ആ ഒരു പദ്ധതി കണ്ടുപിടിക്കാനും നമ്മൾ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, എന്താണ് എന്നെ കുറിച്ച് അങ്ങ് കരുതി വെച്ചിരിക്കുന്നത്? എന്താണ് എന്നെ കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്നുള്ളത് ഈശോയോട് ചോദിക്കണം. നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഞാനിന്ന് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ കുറിച്ചുള്ള പദ്ധതി ഇനിയും എന്തോ ഈശോയ്ക്ക് ബാക്കിയുണ്ട് എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട എന്തോ ഒരു കാര്യം ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈശോ എന്നെ വീണ്ടും ഒരു ദിവസം കൂടി എനിക്ക് തന്നിരിക്കുകയാണ്, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈശോ അത് വെച്ചിരിക്കുകയാണ്. അപ്പം അതെന്താണെന്നുള്ളത് നമ്മൾ ഈശോയോട് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം പിറ്റേ ദിവസം ഉണർന്നെഴുന്നേൽക്കുന്നത് വെറുതെ അല്ല. കാരണം ഈശോയ്ക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ ഒരു പ്ലാൻ എന്താണെന്നുള്ളത് നമ്മുടെ ഈശോയോട് ചോദിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിനെയും നമ്മുടെ ഈ സെഷനെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മനോജനെ നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളെ, കൂട്ടുകാരെ ഒക്കെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് കൂപ്പി കണ്ണടച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രൂപം, ഒരുപക്ഷെ നമ്മൾ കുരിശിൽ കിടക്കുന്ന രൂപമായിരിക്കാം, അല്ലെങ്കിൽ തിരുഹൃദയത്തിന്റെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ ഈശോ ഒരു ആടിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമായിരിക്കാം, അതല്ലെങ്കിൽ ഈശോ കുട്ടികളുമായിട്ട് നിൽക്കുന്ന പടമായിരിക്കാം. ഏതുമായിക്കോട്ടെ, നമ്മൾ അവിടെ എല്ലാം കാണുന്നത് നമ്മുടെ ഈശോയാണ്. അപ്പൊ അവിടെ ഈശോ നിൽക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാനും എൻ്റെ ഈശോയും. എന്നെ കാണാനായിട്ട് ഈശോ വരുന്നു, ഈശോയെ കാണാനായിട്ട് ഞാനും ആയിരിക്കുന്നു, ഈശോയോട് സംസാരിക്കാൻ, ഈശോയെ കേൾക്കാനായിട്ട് ഞാനായിരിക്കുന്നു. ഈ ഒരു സമയം നമുക്ക് ഇതുവരെ നമ്മുടെ ഈ ജീവിതത്തിൽ ഈശോ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നമുക്കൊന്ന് ഓർക്കാം. നമുക്ക് വേണ്ടിയിട്ട് ഈശോ കരുതി വെച്ചിരുന്ന സകല കാര്യങ്ങളും ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. അതിലെല്ലാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നു, നല്ല സഹോദരങ്ങളെ തന്നു, നമുക്ക് നല്ലതുപോലെ ജീവിക്കാനായിട്ട് നല്ല വീട് തന്നു, വസ്ത്രങ്ങൾ തന്നു, പഠിക്കാനായിട്ട് നല്ല സ്കൂളുകൾ, ടീച്ചറുകൾ, സുഹൃത്തുക്കൾ ഒക്കെ ഈശോ തന്നിട്ടുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം. ഈശോ പറയുന്നുണ്ട്, നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അപ്പം ഈ ഒരു സമയം നമുക്ക് ഇന്നത്തെ സെഷനെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട മനോജനെ സമർപ്പിക്കാം. നമ്മളുടെ ഇന്നത്തെ സെഷനിൽ കൂടുന്ന എല്ലാ കൂട്ടുകാരെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും, ഞങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഈശോ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെ
ഒരുക്കണമേ. നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ 100, 30, 60 മേനി വിളവ് നൽകുന്ന ഒരു ഫലപുഷ്ടിയുള്ള മണ്ണ് ആകുന്നത് പോലെ ഞങ്ങൾ ഹൃദയത്തെ ഒരുക്കണമേ. വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ് അതിൽ നിന്നും 30, 60, 100 മേനി ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നില് മനുഷ്യർക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അമ്മ ദൈവത്തിനോട് ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു, അല്ലെ? അതുപോലെ ഈശോയ്ക്ക് മനുഷ്യരോട് പറയാനുള്ള കാര്യവും അമ്മ അറിഞ്ഞ് മനുഷ്യർക്ക് പകർന്നു. അപ്പൊ നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു മധ്യസ്ഥം നമുക്കുണ്ട്. എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ സകല കാര്യങ്ങളും നമുക്ക് അമ്മ വഴി ഈശോയോട് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ ഒരു സെഷനിലും ഇത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ രാത്രി സമയങ്ങളിലും ഒക്കെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരണമേ. എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഒന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞ് ചിരിച്ചോണ്ട്. ഓക്കെ, പരസ്പരം നമുക്ക് താങ്ക് യു. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട മനോജ് അച്ഛനെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാം. ഒരു സൈലന്റ് ക്ലാപ്പ്. നിങ്ങൾക്ക് സൈലന്റ് ക്ലാപ്പ് അറിയാമോ? സൈലന്റ് ക്ലാപ്പ് എന്താണെന്ന് അറിയാമോ? സൈലന്റ് ക്ലാപ്പ് ഇങ്ങനെയാണ്. നമ്മൾ കൈ ഉയർത്തി ശബ്ദമില്ലാതെ ഒരു ക്ലാപ്പ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് അച്ഛന് നമുക്ക് ഒരു സൈലന്റ് ക്ലാപ്പ് കൊടുക്കാം എല്ലാവർക്കും. ഓക്കെ അച്ഛാ, അപ്പൊ വെൽക്കം. ഓക്കെ, താങ്ക് യു. ഹലോ, ഹായ്. സുഖാണോ? എല്ലാവർക്കും സുഖാണോ? സന്തോഷാണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തപ്പോ എല്ലാവരും ഉണ്ടായിരുന്നോ? ഇതിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നോ? എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ? ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മനോജ് എന്നാണ്. മനോജ്. ഓക്കെ, നിങ്ങളുടെ പേരെല്ലാവരും എനിക്കിവിടെ കാണാം, പക്ഷെ ഇപ്പൊ പരിചയപ്പെടുന്നില്ല. പേരെല്ലാവരും എനിക്ക് കാണാം അതില്. അന്ന് ഞാൻ പഠിപ്പിച്ച ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഓർമ്മയുണ്ടോ? ഒന്ന് ഒരുമിച്ചൊന്ന് കളിച്ചാലോ ഒന്ന്? ഓക്കെ, അതറിയാലോ. ക്ലാപ്പ്, സ്നാപ്പ്, then slap your thighs, stamp your feet, say amen. Do all five. അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം പാടിത്തരാം. അറിയാവുന്നവരും ചെയ്യുക കേട്ടോ. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. 2 പ്രാവശ്യം ക്ലാപ്പ് ചെയ്യുക. ഓക്കെ, ഒരുമിച്ച് അറിയാവുന്നൊരു പാട്ട് പാടുക, പാടിയൊന്ന് ക്ലാപ്പ് ചെയ്യുക കേട്ടോ. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. 2 പ്രാവശ്യം കേട്ടോ. ആ താളത്തില് ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. 1 2 കേട്ടോ, 2 എണ്ണം. ഓക്കെ, ആയി തുടങ്ങി. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ആൻഡ് ടു റിയലി വാണ്ട് ടു ഷോ ഇറ്റ്. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അത്രയേ ഉള്ളൂ വരി. ക്ലിയർ അല്ലേ? ഇനി ക്ലാപ്പ് മാറ്റിയിട്ട് സ്നാപ്പ് യുവർ ഫിംഗർ. സ്നാപ്പ് ചെയ്യുക 2 കൈ കൊണ്ട്. അതേ താളത്തില് 2 എണ്ണം. ഓക്കെ, 1 2 ആ താളത്തില്. ഓക്കെ, ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് സ്നാപ്പ് യുവർ ഫിംഗർ. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് സ്നാപ്പ് യുവർ ഫിംഗർ. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് ആൻഡ് ടു റിയലി വാണ്ട് ടു ഷോ ഇറ്റ്. ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് സ്നാപ്പ് യുവർ ഫിംഗർ. Then slap your thighs എന്ന് പറയുമ്പോൾ നമ്മുടെ തൊടയില് നിങ്ങൾ കൈ കൊണ്ട് 1 2 തൊടയിൽ അടിക്കുക 2 പ്രാവശ്യം. ഓക്കെ, ഇഫ് യു ഹാപ്പി ആൻഡ് എൻജോയ് slap your thighs.
If you're happy and annoyed, slap your thighs. If you're happy and annoyed and you really want to show it, if you're happy and annoyed, slap your thighs. ഇനി സ്റ്റാമ്പ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ കാല് കൊണ്ട് താഴെ 2 പ്രാവശ്യം ചവിട്ടുക. 1, 2 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് റൈറ്റ് ചവിട്ടുക. ഓക്കെ. If you're happy and annoyed, stamp your feet. If you're happy and annoyed, stamp your feet. If you're happy and annoyed and you really want to show it, if you're happy and annoyed, stamp your feet. Okay. ഇനി say amen എന്ന് പറയുമ്പോൾ താളത്തിൽ പറയണം. Amen എന്ന് പറയണം. Okay. If you're happy and annoyed, say amen. ആമേൻ എന്ന് പറയുമ്പോൾ താളത്തിൽ പറയണം. Amen. 1, 2 ആ ഒരു താളത്തിൽ പറയണം. Amen. Okay. If you're happy and annoyed, say amen. 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 ആമേൻ എന്നല്ല, ചുമ്മാ ഒരു ആമേൻ അല്ല, ഒരു താളത്തിൽ പറയണം കേട്ടോ. Amen. 1, 2 Amen. Okay. If you're happy and annoyed, say amen. Amen. If you're happy and annoyed, say amen. Amen. If you're happy and annoyed and you really want to show it, if you're happy and annoyed, say amen. 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 Okay. ഇനി ലാസ്റ്റ് വൺ എങ്ങനെയാ? Do all 5. Do all 5 എന്ന് പറയുമ്പോൾ 5 എണ്ണം ഏതൊക്കെയാണ്? ക്ലാപ്പ്, സ്നാപ്പ്, സ്ലാപ്പ് യുവർ താ. കിട്ടിയോ? കിട്ടില്ലേ? സേ ആമേൻ കിട്ടില്ലേ? അപ്പൊ ഈ 5 എണ്ണം ഒരുമിച്ച് ചെയ്യണം. റെഡി? റെഡി? ഓക്കെ. ഓക്കെ. തുടങ്ങാം. 1, 2, 3 start. If you're happy and annoyed, clap your hands. If you're happy and annoyed, clap your hands. If you're happy and annoyed and you really want to show it, if you're happy and annoyed, clap your hands. If you're happy and annoyed, snap your finger. If you're happy and annoyed, snap your finger. If you're happy and annoyed and you really want to, if you're happy and annoyed, snap your finger. If you're happy and annoyed, slap your thighs. If you're happy and annoyed, slap your thighs. If you're happy and annoyed and you really want to show it, if you're happy and annoyed, slap your thighs. This stamp your feet. If you're happy and annoyed, stamp your feet. If you're happy and annoyed, stamp your feet. If you're happy and annoyed and you really want to show it, if you're happy and annoyed, stamp your feet. If you're happy and annoyed, say amen. Amen. If you're happy and annoyed, say amen. 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 If you're happy and annoyed and you really want to show it, if you're happy and annoyed, say amen. Amen. If you're happy and annoyed, do all 5. Amen. If you're happy and annoyed, do all 5. Amen. If you're happy and annoyed and you really want to show it, if you're happy and annoyed, do all 5. Amen. Okay, very good, very good, very good. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരും ഈശോ സ്നേഹിക്കുന്നുണ്ടോ? ഉറപ്പാണോ? ഈശോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? Yes. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ തെളിവ്? ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് തെളിവ് എന്താ? തെളിവുണ്ടോ? ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിവുണ്ടോ? എന്താ തെളിവ്? എന്താ പ്രൂഫ്? എന്താ? നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? നമുക്ക് ബ്രീത്ത് നിർത്തി നമ്മൾ വിചാരിച്ച ബ്രീത്ത് ഇങ്ങനെ കുറെ നേരം സ്റ്റോപ്പ് ആക്കി വെക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് ഒക്കെ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ചിരിക്കാൻ പറ്റുന്നുണ്ടോ? പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ? ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടോ? അതൊക്കെയല്ലേ ഈശോ നമ്മൾ സ്നേഹിക്കുന്ന തെളിവ്. അതൊക്കെയല്ലേ അല്ലേ? പിന്നെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഉറപ്പാണല്ലോ? ഉറപ്പല്ലേ? ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് നമ്മൾ ഈശോയെ സ്നേഹിക്കാറുണ്ടോ?
ഈശോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഈശോ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് ഈശോയെ സ്നേഹിക്കാൻ പറ്റാം. അതേപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റാറുണ്ടോ? ചോദ്യം നിങ്ങളോടാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഈശോ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റാറുണ്ടോ? യെസ് ഓർ നോ? പറ്റാറുണ്ട്. കുറെ പേർക്ക് പറ്റാറുണ്ട്, കുറെ പേർക്ക് പറ്റാറില്ല, കുറെ പേർക്ക് പകുതി പറ്റാറുണ്ട്. ചിലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചിലവർക്ക് പകുതി പറ്റുന്നുണ്ട്. ശരിക്കും പറ്റുമോ നമുക്ക് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പം ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? ഈശോയുടെ സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് അല്ലെ? ഈശോയുടെ സ്നേഹം എന്ന് വെച്ചാൽ നമുക്ക് എൻഡ്ലെസ്, ഒരു പരിധിയില്ലാത്ത സ്നേഹമാണ്, ഇൻഫിനിറ്റീവ് ആണ്. അതേപോലെ തന്നെ ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ, പറ്റാറുണ്ടോ? സ്നേഹിക്കാറുണ്ടോ ഈശോയെ? നമുക്ക് പറ്റും കേട്ടോ. എന്നറിയോ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഈശോ പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നത് പരസ്പരം. അതിനർത്ഥം എന്താ? ഈശോ സ്നേഹിക്കുന്ന പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നോ? അങ്ങനെ സ്നേഹിച്ചാല് നമ്മളൊക്കെ വിശുദ്ധരായി മാറും. നിങ്ങൾ വിശുദ്ധരാകണോ? സെയിന്റ് ആകണോ? അപ്പോ ഇങ്ങനെ എഴുതി വെക്കും. ഇപ്പൊ ഓരോരുത്തരുടെ പേര് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേരാണോ പാരന്റ്സ് പേരെന്ന് അറിയത്തില്ല. അതിലിങ്ങനെ എഴുതി വെച്ചിട്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു എഴുതി വെക്കേണ്ടി വരും. സെയിന്റ് മരിയ മെൽവിൻ, സെയിന്റ് ഡൊമിനിക് മെൻഡസ്, സെയിന്റ് അന്ന മരിയ, സെയിന്റ് ഡിയോണ, സെയിന്റ് ജോൺ, സെയിന്റ് റെയ്നി, ഇങ്ങനെ എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ മുമ്പിൽ സെയിന്റ് എന്ന പേര്, വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന പേര് വരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞത് കേൾക്കണം അല്ലെ? ഈശോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാ? ബൈബിളാണ് അല്ലെ? ഈശോ നമ്മളോട് സംസാരിച്ച വാക്കുകളാണ് എന്തിലുള്ളത്? ബൈബിളുള്ളത്. ശരിക്കും പറഞ്ഞാലേ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള ലവ് ലെറ്റർ ആണ് ബൈബിള്. അറിയാവോ? ദൈവത്തിന് മനുഷ്യരോട് അവൻ എഴുതിയ ലവ് ലെറ്റർ ആണ് ബൈബിള് മുഴുവനും. ദൈവത്തിന് നമ്മളോട് സ്നേഹം ഇങ്ങനെ പറഞ്ഞു വെക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ച ലവ് ലെറ്റർ. നിങ്ങൾ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി എഴുതിയ ലവ് ലെറ്റർ ആണ് നമ്മളുടെ ബൈബിള്. ബൈബിളില് കുഞ്ഞൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗോഡ് ഗേവ് us a special book, Bible is its name. കേട്ടോ? ഗോഡ് ഗേവ് us a special book. അതിന്റെ പേരെന്താ? ബൈബിൾ. ബൈബിൾ ഈസ് ഇറ്റ്സ് നെയിം. ഒന്ന് പാടി നോക്കേ. ഗോഡ് ഗേവ് us a special book, Bible is its name. കിട്ടിയോ? ഒരുമിച്ച് പാടി. ഗോഡ് ഗേവ് us a special book, Bible is its name. അതിന്റെ അടുത്ത വരി BIBLE, 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 Bible is its name. സ്പെല്ലിംഗ് എങ്ങനെയാ? BIBLE, 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 Bible is its name. കിട്ടിയോ? ദൈവം മനുഷ്യന് കൊടുത്ത ഒരു ലവ് ലെറ്റർ ആണ് ബൈബിള്. സമ്മതിച്ചോ? അല്ലേ? ലവ് ലെറ്റർ അല്ലേ? അപ്പം ദൈവം മനുഷ്യൻ കൊടുത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. നമുക്കൊന്നുകൂടി ആ പാട്ട് പാടാം. God gave us a special book, Bible is its name. BIBLE, 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 Bible is its name. കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടി നമുക്ക് പാടിയിട്ട് ഞാനൊരു അതിനുശേഷം ഒരു കുഞ്ഞു കഥ പറയാം കേട്ടോ. ഒരുമിച്ചൊന്നുകൂടി പാടാം. God gave us a special book, Bible is its name. വടിയേ. God gave us a special book, Bible is its name. BIBLE, 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 Bible is its name. Once more. God gave us a special book, Bible is its name. BIBLE, 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 Bible is its name. പഠിച്ചോ? അപ്പോ
ദൈവം നമുക്ക് തന്ന ഈ ലവ് ലെറ്റർ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നമ്മളുടെ പേരിന്റെ മുമ്പിൽ ഒരു ST എന്നൊരു ഒരു പ്രിഫിക്സ് വരും. ST എന്നൊരു ടൈറ്റിൽ വരും. എന്താണത്? വിശുദ്ധ, സെയിന്റ്, സെയിന്റ് മരിയ, സെയിന്റ് ഡിയോണ, സെയിന്റ് ഏഞ്ചൽ, സെയിന്റ് ആഗ്നസ് പറഞ്ഞുകൊണ്ട് സെയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു വേണോ അങ്ങനെ വിശുദ്ധ നമ്മളെ പറ്റി മറ്റുള്ള വിശുദ്ധ എന്ന് വിളിക്കണം അല്ലെ? നമുക്കറിയാം നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളായിട്ടുള്ള വിശുദ്ധകളുണ്ട്. നമുക്കൊരു ഒരു വിശുദ്ധനുണ്ട്, കാർലോ അക്യൂറ്റസ് അറിയാം. വിശുദ്ധനായിട്ടുള്ള ബ്ലസ്ഡ് ആണ്. കാർലോ അക്യൂറ്റസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കാർലോ അക്യൂറ്റസ് ഉണ്ട്, പിന്നെ കൊച്ചിൻ പുണ്യോതി ഉണ്ട്, മരിയ ഗൊറേത്തി ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ഡൊമിനിക് സാവിയോ ഉണ്ട്, ഒത്തിരി വിശുദ്ധരുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു അജ്ന ജോർജ് ഉണ്ട്, നമ്മുടെ എറണാകുളത്ത് വിശുദ്ധയായിട്ടൊരു കൊച്ചുണ്ട് അല്ലെ, ചേച്ചിയുണ്ട്. അതേപോലെ നമുക്കും വിശുദ്ധയാകാൻ പറ്റണം. പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? കഥ ഇഷ്ടമാണോ? ഞാൻ കഴിഞ്ഞ ആഴ്ച കഥ പറഞ്ഞിരുന്നോ? കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും കഥ പറഞ്ഞിരുന്നോ? അന്ന് വിളിച്ചപ്പോ ഒരു കഥ പറഞ്ഞിരുന്നോ? ഏത് കഥയാ? പുഴുവിന്റെ കഥ പറഞ്ഞിരുന്നോ? ഓക്കെ, എന്നാ ഞാന് ഒരു ഈച്ചയുടെ കഥ പറയട്ടെ. ഈച്ചയുടെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലല്ലോ ഈച്ചയുടെ കഥ. ഓക്കെ, ഈച്ചയുടെ കഥ പറയാം. കഥയില് ചോദ്യമില്ല കേട്ടോ, നിങ്ങൾ തിരിച്ച് ചോദ്യമൊന്നുമില്ല. കഥ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഉത്തരവൊക്കെ അതിന്റെ ലാസ്റ്റ് ഒരു ഉത്തരം ഞാൻ പറയും. ഓക്കെ, അപ്പോ കഥ തുടങ്ങുവാണേ. ഒരിടത്തൊരു ഈച്ച ജീവിച്ചിരുന്നു. ഈച്ച സാധാരണ പോലെ തന്നെ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ജോലിക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർത്ത് കുളിച്ച് കൂലി മേടിച്ച് ചോറ് മേടിച്ച് കുട്ടികൾക്കും ഒക്കെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഈച്ച ജീവിക്കുന്നു. അങ്ങനെ ഈച്ച സന്തോഷമായിട്ട് ജീവിക്കുന്നു, നല്ല കൂളായിട്ട് പോവുകയാണ്. അപ്പൊ ഈച്ച ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാ നല്ല ഉറക്കം. ഇങ്ങനെ ഉറങ്ങി വന്ന സമയത്തെ ആളുടെ വീട് എവിടെ നിന്നറിയാം? ഒരു ചെറിയ ഗുഹയുടെ ഉള്ളിലാണ്. ഈ പശുക്കളൊക്കെ വന്ന് രാത്രി മേഞ്ഞ് കിടക്കുന്ന, ഉറങ്ങുന്ന, റെസ്റ്റ് ചെയ്യുന്ന ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഈ ഈച്ചയും താമസിക്കുന്നത്. ഈച്ചയുടെ വീട് അവിടെ തന്നെയാണ്. അപ്പൊ ഈച്ച ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്ഷീണിച്ച് ടയർഡായിട്ട് വന്ന് ഉറങ്ങുന്ന സമയത്തെ ഒരു കൊച്ചിന്റെ കരച്ചിലേക്കും. ഭയങ്കര ശല്യമാണ് കൊച്ചിന്റെ കരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിക്കോയി കൊച്ചു കരയുവാണേ. അപ്പം ഈച്ചക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, അത്രയും ക്ഷീണമുണ്ട്. നല്ല ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറെ നേരം ഉറക്കം പോയിട്ട് പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പ്, നല്ല മഞ്ഞുള്ള സമയം, ഭയങ്കര തണുപ്പ്. അപ്പൊ വേഗം തന്നെ ഈച്ചക്ക് സങ്കടം വന്നിട്ട് ഈച്ച വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു കൊച്ചു അവിടെ കിടന്ന് കാറിക്കൂവി കരയുവാണേ, ഭയങ്കര കരച്ചില്. അപ്പൊ ഈച്ച ഇങ്ങനെ വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് കുറെ ഷൗട്ട് ചെയ്യും ഈ കൊച്ചിന്. ഈച്ച വന്ന് ഈ കൊച്ചിന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അപ്പൊ കുറെ നേരം ഷൗട്ട് ചെയ്ത് കഴിയുമ്പോ ഈച്ചക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയോ? ഈ കൊച്ച് തണുത്ത് വിറച്ചിട്ടാണ് കരയുന്നത്. അപ്പം ഈ ഈച്ച നോക്കുമ്പോ കൊച്ചിന്റെ ദേഹത്തുനിന്ന് ഉടുപ്പ് മാറി കിടക്കുന്നുണ്ട്. അപ്പം ഈ കൊച്ചിന്റെ അപ്പനും അമ്മയും കിടക്കുന്നുണ്ട്. അവർ നന്നായിട്ട് കിടന്നുറങ്ങുക, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. അവരറിയുന്നില്ല. പക്ഷെ കൊച്ചിന്റെ മേത്തുനിന്ന് ഈ ഉടുപ്പ് മാറിയപ്പോ ഭയങ്കര തണുപ്പ് അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കൊച്ചു കരഞ്ഞത്. പക്ഷേ ഈ ചൂടുണ്ടാകാനായിട്ട് തൊട്ടടുത്ത് കുറച്ച് വിറകൊക്കെ കൂട്ടി തീയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തീ കെട്ടുപോയി. ആ ചൂട് കുറഞ്ഞപ്പോഴാണ് കൊച്ചു കരയാൻ തുടങ്ങിയത്. കുറെ നേരം ഈച്ച ഷൗട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈച്ചക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഈച്ച എന്താറിയാവോ, കൊച്ചിനെ എങ്ങനെയാലും ഉറക്കണം. ഈച്ചയുടെ ഒരു ആവശ്യമാണ് കൊച്ചിന് ഉറങ്ങുക. കാരണം എന്താ, കൊച്ചു ഉറങ്ങിയാലേ, കൊച്ചിന്റെ കരച്ചു നിർത്തി കൊച്ചു ഉറങ്ങിയാലേ ഈച്ചക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ വേദന ഈച്ച ഒരു പ്ലാൻ ചെയ്തു, ഏതായാലും കൊച്ചിന് ഉറക്കിയേ പറ്റൂ. അപ്പൊ ഈച്ച ഒരു പ്ലാൻ ചെയ്തു. ആ കെട്ടുകിടക്കുന്ന കനല് ഒരു വിറകിന്റെ കഷ്ണമാണേ, അത് കൊണ്ടുവന്ന് ഈച്ചയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് അത് ഊതി കത്തിച്ച് തീക്കനലാകുമ്പോ ചൂട് കൊണ്ട് കൊച്ചുറങ്ങും. അപ്പം ഈച്ചയ്ക്ക് പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അങ്ങനെ പ്ലാൻ ചെയ്ത് തീരുമാനിച്ച്. അപ്പൊ സങ്കടം തോന്നുന്നുണ്ട് ഈച്ചയ്ക്ക്, ഭയങ്കര സങ്കടം തോന്നി. ഈ കൊച്ചുകിടന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഈച്ച വേഗം തന്നെ ആ കനല് തന്റെ ചിറകുകൊണ്ട് തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഈ കൊച്ചിന്റെ അടുത്ത് വെക്കാൻ വേണ്ടി വലിച്ചു. നല്ല ഭാരമുള്ളതാണേ. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ഇത് വലിച്ചു കൊണ്ടുവരുമ്പോ ഈ കൊച്ചിന്റെ ഈച്ചയുടെ
ചിറക് സാവധാനം കരിയാൻ തുടങ്ങി. ഈച്ച ഈ വിറക് കൊണ്ടുവരുമ്പോ ഈച്ചയുടെ ചിറക് ഒരു ഭാഗം കരിയാൻ തുടങ്ങി. ഈച്ചയുടെ കൈയുടെ ശരീരത്തിന്റെ ഭാഗം പൊള്ളാൻ തുടങ്ങി, ഇങ്ങനെ കരിയാൻ തുടങ്ങി. എന്നാലും ഈച്ചയ്ക്ക് ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയാണ് കൊച്ചിനെ ഉറക്കണം. അങ്ങനെ ഈച്ച ഇത് വലിച്ചു കൊണ്ടുവന്ന് ഈ കൊച്ചിന്റെ അടുത്ത് വെച്ച് ഇതിങ്ങനെ തന്റെ ചിറക് കൊണ്ട് വീശാൻ തുടങ്ങി. തന്റെ ചിറക് കൊണ്ട് വീശി ഈ കനല് കത്തിക്കാൻ തുടങ്ങി. പയ്യന് സാവധാനം കനല് കത്തി. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത്, തന്റെ ഈ വീശും തോറും ഈ ഈച്ചയുടെ ശരീരത്തെ ഒരു ഭാഗം കത്തി കരിയാൻ തുടങ്ങി. കാരണം തീ കൊണ്ട് കത്തി കരിയാൻ തുടങ്ങി. ഈ കൊച്ചു ഉറങ്ങുന്ന സമയത്ത് കൊച്ചു ഉറങ്ങുകയും ചെയ്യും. ഒപ്പം ഈ ഈച്ച തന്റെ ജീവൻ വെടിഞ്ഞ് ചത്തു പോകുന്നുണ്ട്. കാരണം ശരീരത്തിൽ ഒരു ഭാഗം പൊള്ളി ഈ ഈച്ച അവിടെ മരിച്ചു വീഴുക ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഹലോ, കാണാവോ നിങ്ങൾക്ക്? കാണാമല്ലേ? കാണാനും കേൾക്കാമല്ലേ? ഓക്കെ. സ്റ്റില്ലായി പോയി, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോ ഈച്ച ചത്തുപോയി. പക്ഷെ ഈ കഥ തീരുന്നില്ല. കഥ അവിടെ തുടങ്ങുക ചെയ്യുന്നേ. അപ്പം ഈച്ച ചത്തുപോയല്ലോ. അപ്പൊ അങ്ങനെ രാത്രി കഴിഞ്ഞു, കൊച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി. ഈച്ച അവിടെ ചത്തു കിടക്കുവാണ്. നേരം വെളുത്തപ്പോ ഈ കൊച്ചിന്റെ അപ്പൻ ആദ്യം എഴുന്നേറ്റു. അപ്പൊ നോക്കുമ്പോ കൊച്ചു കിടന്ന് നല്ല ഉറക്കമാണ്. പക്ഷെ കൊച്ചിന്റെ ദേഹത്ത് ഉടുപ്പില്ല. പക്ഷെ ചൂട് കൊണ്ട് കൊച്ചു സുഖമായിട്ട് ഉറങ്ങി. കൊച്ചിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പം കാണുന്നതാണ്, കൊച്ചു കരഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, ശരീരത്തിൽ ഉടുപ്പില്ല, തൊട്ടടുത്ത് ഒരു കനല് കിടക്കുന്നുണ്ട്. അപ്പൊ അപ്പന് ഒരു കാര്യം മനസ്സിലായി, കൊച്ചിന് രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. രണ്ടാമത്തെ കാര്യം, കൊച്ചിനെ ആരോ ഈ തീക്കനൽ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഊതി കത്തിച്ച് ആരോ കൊച്ചിനെ ഉറക്കിയതാണെന്ന് അപ്പന് മനസ്സിലായി. അപ്പൊ അപ്പനിങ്ങനെ ചുറ്റും നടക്കുവാണേ. അപ്പനിങ്ങനെ ചുറ്റും നടന്നു കഴിയുമ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ കനലിന്റെ തൊട്ടടുത്ത് ഒരു ഈച്ച ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അപ്പന് മനസ്സിലായി, ഈച്ചയാണ് കൊച്ചിനെ ഉറക്കിയത്. പക്ഷേ ഉറക്കി ഈ തീക്കനൽ ഊതി കത്തിച്ച് അവസാനം ഈ ഈച്ച ചത്തുപോയതെന്ന് അപ്പന് മനസ്സിലായി. ഒരു ശരീരം പൊള്ളി കരിഞ്ഞു നിൽക്കുക. അപ്പൊ ഒത്തിരി സ്നേഹവും സങ്കടവും വന്നിട്ട് ഈ അപ്പൻ എന്തറിയാവോ, ഈ ഈച്ചയെ കയ്യിലെടുത്ത് ഒന്ന് ചുംബിക്കും. അപ്പം എന്നിട്ട് തലോടി. അപ്പം ചത്തുപോയല്ലോ, ഈച്ച ചത്തുപോയി, പകുതി കത്തി കിടക്കുകയാണ്. അപ്പൊ വേണ്ടനെ കൊച്ചിന്റെ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടേ. എന്നിട്ട് ഈ അപ്പൻ എന്തിനറിയോ, അമ്മേനെ വിളിച്ചിട്ട് പറയും, ദേ ഈച്ചയാണ് നമ്മുടെ കുഞ്ഞിനെ ഉറക്കിയത്, ഈച്ചയാണ് നമ്മുടെ കുഞ്ഞ് കരഞ്ഞോണ്ടിരുന്നത്, രാത്രി മുഴുവനും ഉടുപ്പ് മാറി തണുത്തിട്ട് കരഞ്ഞപ്പോഴൊക്കെ ഉറക്കിയത് ഈച്ചയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ എന്ത് ചെയ്യുന്നറിയാവോ, അമ്മ ഇങ്ങനെ തലോടിയതിനു ശേഷം അമ്മ ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്തിട്ട് ഈച്ച ഇങ്ങനെ പറത്തി വിടും. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ ചത്തുപോയ ഈച്ച പറക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ആ ചത്തുപോയ ഈച്ചയുടെ കരിഞ്ഞുപോയ ഭാഗം മിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് മിന്നാമിനിങ് ഉണ്ടായത്. ആ അമ്മ ആരാന്നറിയാവോ? പരിശുദ്ധ കന്യാമറിയം. അപ്പൻ ആരാന്നറിയാവോ? യൗസേപ്പ് പിതാവ്. ആ കുഞ്ഞാരാന്നറിയാവോ? ഈശോയാണ്, ഉണ്ണീശോയാണ്. അതെ, കുഞ്ഞൊരു കഥയാണ്. പക്ഷെ കഥയിൽ ചോദ്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഈച്ചയെ പോലെയാണ്. ആർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യുമ്പോ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോ അത് ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? ഈശോയ്ക്ക് വേണ്ടിയാ. നമ്മൾ ആർക്കും നന്മ ചെയ്താലും നന്മപ്രവൃത്തി ചെയ്താലും ആർക്ക് വേണ്ടി ചെയ്യുന്നേ? ഈശോയ്ക്ക് വേണ്ട. അങ്ങനെ വരുമ്പോ മാതാവും യൗസപിതാവും നമ്മളെ സഹായിക്കും. അപ്പോ ചിലപ്പോ ഒത്തിരി സങ്കടവും വേദനയൊക്കെ തോന്നിയാലും നമ്മള് അവസാനം ഈശോയുടെ അമ്മ, അതായത് മാതാവ് എടുത്തിട്ട് ഈശോയ്ക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് നമ്മള് സങ്കടം വരുമ്പോഴേക്കും മാതാവ് ഇങ്ങനെ തലോടി നമ്മളൊന്ന് ചുംബിച്ച് ഇങ്ങനെ പറത്തി വിടും. അപ്പോ മിന്നാമിനിങ്ങിനെ പോലെ മറ്റുള്ളവർക്ക് വീണ്ടും പ്രകാശം നൽകി, സന്തോഷം നൽകി നമ്മളിങ്ങനെ പറന്ന് നടക്കും. നിങ്ങൾക്ക് മിന്നാമിനിങ് ആവണോ? ഈശോയുടെ മിന്നാമിനിങ് ആവണോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈശോയുടെ മിന്നാമിനിങ് ആകും. വിശുദ്ധരാകും. എങ്ങനെയാകും? ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ?
ഈശോ നമ്മളെ സ്നേഹിച്ച പോലെ തിരിച്ച് അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ വിശുദ്ധ ഈ പറഞ്ഞ പോലെ വിശുദ്ധ മരിയ, വിശുദ്ധ ഡിയോണ, വിശുദ്ധ റെനി, വിശുദ്ധ ഡൊമിനിക്, ഇങ്ങനെ എല്ലാവരും വിശുദ്ധ എന്നറിയപ്പെടും. മിന്നാമിനിങ്ങനെ പോലെ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പ്രകാശം കൊടുത്ത് ഇങ്ങനെ പറന്ന് നടക്കും ഈശോടൊപ്പം. ഇത് റിയൽ സന്തോഷം, റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകും. അപ്പോ നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ നിങ്ങൾ ഒത്തിരി മറ്റുള്ളവർ പറയണ്ട, എന്റെ മോനെ കണ്ടുപിടിക്ക്, എന്റെ മോളെ കണ്ടുപിടിക്ക് എന്നൊക്കെ പറയണ്ടേ? നമ്മളെ പറ്റി നല്ലത് മറ്റുള്ളവർ പറയണ്ടേ? വേണ്ടേ? എന്നിട്ട് വേണം നമുക്ക് ഈ ലോകത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് പൗലോസ് ലീഹയെ പോലെയും ഈ വിശുദ്ധന്മാരെ കൊച്ചുരേച്ചെ പോലെയും ഡൊമിനിക് സാവിനെ പോലെയൊക്കെ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പയ്യനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ടാസ്ക് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴൊക്കെ കുരിശ് വരയ്ക്കണം ഞാൻ പറഞ്ഞിരുന്നോ? ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, ഒന്നും കൂടി ഞാനത് തരുവാണ്. നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്നതിന് മുമ്പ് കുരിശ് വരച്ച് ഉറങ്ങുന്നവർ എത്ര പേരുണ്ട്? ഉറങ്ങുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമ്പോഴും കുരിശ് വരച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. നിങ്ങൾക്ക് നല്ല കുട്ടികളാണ്. പിന്നെ ഒരു ടാസ്ക് കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഏതെന്നറിയാവോ? വീട്ടില് നമ്മൾ കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്തുതി കൊടുക്കുമ്പോ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞേ? ഓർക്കണ്ടോ? പറഞ്ഞില്ലായിരുന്നു ഞാൻ? ചെയ്യാത്തവർക്ക് ഒരു ടാസ്ക് ഞാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വീട്ടില് കുരിശ് വര കഴിയുമ്പോ സ്തുതി കൊടുക്കൂല, പപ്പയ്ക്കും അമ്മയ്ക്കും നമ്മുടെ അപ്പാപ്പനും അമ്മയ്ക്കൊക്കെ സ്തുതി കൊടുക്കൂലേ? കൊടുക്കുമ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. കൊടുക്കണം. കുറെ പേര് കൊടുക്കാറുണ്ട്, സാധനം സ്തുതി കൊടുക്കുമ്പോ ഉമ്മ കൊടുക്കാറുണ്ട്. എന്താണെന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇനി സ്തുതി കൊടുക്കുമ്പോ അപ്പയ്ക്കും അമ്മയ്ക്കും നമ്മുടെ അപ്പാപ്പനൊക്കെ സാധനത്തിന് സ്തുതി കൊടുക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കണം കേട്ടോ. നല്ല കുട്ടികൾ, ഐ ആം ഓൾവേസ് ഡൂയിങ്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഈ 2 ടാസ്ക് നിങ്ങൾ തരുവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഈശോയുടെ ദൈവത്തിന് നമ്മളോടുള്ള ലവ് ലെറ്റർ ആണ് ബൈബിള്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ബൈബിള് സുവിശേഷം നിങ്ങൾ ഫുള്ള് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സുവിശേഷം ഏതെങ്കിലും മുഴുവൻ ആരെങ്കിലും വായിച്ചിരുന്നിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷോ അല്ലെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കയുടെ സുവിശേഷം ആരെങ്കിലും ഫുള്ളായിട്ട് വായിച്ചു തീർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അതൊന്നും ചെയ്യാവോ? നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ പുതിയ നിയമം മൊത്തം വായിച്ചു തീർക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ഒരു സുവിശേഷ ഭാഗം വായിച്ചു തീർക്കാനോ നിങ്ങൾക്ക് പറ്റുമോ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. ഞാനൊക്കെ സെമിനാരിൽ കയറുന്ന സമയത്തൊക്കെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു 1.5 വർഷം കൊണ്ട് ബൈബിൾ മൊത്തം വായിച്ചു തീർന്നു. ബൈബിൾ മൊത്തം, സമ്പൂർണ്ണ ബൈബിളില്ലേ, വലിയ ബൈബിള്, അത് മുഴുവൻ വായിച്ചു തീർന്നു കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ തരാം. അത് കഴിഞ്ഞ് കുഞ്ഞൊരു സാധനം കൂടെ നിങ്ങൾക്ക് ഉണ്ട്, ചെറിയൊരു കാര്യം. ഈ 3 കാര്യങ്ങൾ: 1, നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുക സ്തുതി കൊടുക്കുമ്പോ പപ്പയ്ക്കും അമ്മയ്ക്കും. 2, നിങ്ങൾ കുരിശ് വരയ്ക്കുക. മൂന്നാമത്തെ കാര്യം ബൈബിൾ വായിക്കുക. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ താങ്ക് യു. നിങ്ങൾ എല്ലാത്തിനും നന്ദി. സ്നേഹിച്ചിട്ട് നിങ്ങൾ പാട്ട് പാടിയത് എല്ലാം വളരെ മനോഹരമായിട്ട് സഹകരിച്ചു. നിങ്ങൾക്ക് ചെറിയൊരു ക്രാഫ്റ്റിന്റെ കാര്യം ചേച്ചി നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ലാസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ വരാം കേട്ടോ. താങ്ക് യു. ഹായ്, ഞാൻ നതാഷ. ഓക്കെ. ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിക്കുന്നു. ഇനി +1 ഞാൻ ഈ ഒരു ബോ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യുമ്പോ അതിലൊക്കെ വെക്കാൻ നല്ല ക്യൂട്ട് ബോ ആണ്. അപ്പൊ ഇതിന് വേണ്ടത് ഒരു A4 സൈസ് കളർ പേപ്പർ വേണം, ഒരു സിസേഴ്സ്, അതുപോലെ തന്നെ ഒരു ഫെവിക്കോൾ. ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഇതിപ്പോ റെക്ടാങ്കിൾ ഷേപ്പ് അല്ല, നമുക്കിത് സ്ക്വയർ ആക്കണം. അതിനു വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യണം. ഇതിങ്ങനെ മടക്കി ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ നമുക്ക് ഇങ്ങോട്ടും വരണം. ഈ 2 ട്രയാങ്കിൾസും വേണം, 2 റെക്ടാങ്കിൾസും വേണം. അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മടക്കി കൊടുക്കണം. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ 2 ലൈൻ ഉണ്ട്. ഇനി 2 റെക്ടാങ്കിൾസ് ആയിട്ടും കൂടെ മടക്കണം.
ഇപ്പൊ എല്ലാ എഡ്ജിലും കൂടെ ഇതിലെ കൂടെ ലൈൻ ഉണ്ട്. ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പിടിക്കും. ഇവിടെ 2 ലൈൻ ഇങ്ങനെ കാണാൻ പറ്റൂലേ നമുക്ക്? നിങ്ങൾക്ക് ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇവിടെ പിടിച്ച് ഇതിന്റെ അറ്റത്തായിട്ട് പിടിക്കണം. ഈ കാണുന്ന 2 ലൈനിന്റെ അടിയിലായിട്ട് പിടിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ നമുക്കൊരു പുഷ് ആൻഡ് ഫോൾഡ്. അപ്പൊ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഡയമണ്ട് ഷേപ്പിൽ പേപ്പർ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഈ സൈഡ് ലൈക്ക് ഈ കൂർത്തിരിക്കുന്ന സൈഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മടക്ക് കൊടുക്കണം ഇവിടെ. ആ മടക്ക് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ മടക്കണേ. അത് സിസേഴ്സിന്റെ ഈ ബാക്ക് സൈഡ് വെച്ചൊന്ന് ടേബിളെ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ള് തുറക്കണം. ചെയ്തൊക്കെ തുറക്കണം. അപ്പൊ നമുക്ക് ഈ നടുക്കൊരു സ്ക്വയർ കിട്ടും. ബാക്കിയെല്ലാം ലൈക്ക് ആ സ്ക്വയർ മാത്രം ഏറ്റവും മേളിൽ വരണം. ആ രീതിയിൽ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു റഫായിട്ട് മടക്കിയാൽ മതി. ഇത് കണ്ടോ? ഈ സ്ക്വയർ മാത്രം മേളിൽ വരണം, ബാക്കിയൊക്കെ താഴോട്ട് പോകുന്ന പോലെ. എന്നിട്ട് ഏതേലും 2 സൈഡ് എടുത്തിട്ട് അകത്തോട്ട് പുഷ് ചെയ്യണം. ഇതേ അകത്തോട്ട് പുഷ് ചെയ്ത് കഴിയുമ്പം ആ സ്ക്വയർ ഫുള്ളായിട്ട് അകത്തോട്ട് പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ കുറച്ച് പണി എടുക്കുക, എന്നാലും ട്രൈ ചെയ്യാൻ നോക്ക്. ഇവിടെ നമുക്കിപ്പോ 4 സൈഡ്സ് ഉണ്ട് മടക്കിന്റെ സൈഡിലായിട്ട്. അതെല്ലാം നമ്മൾ ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഒരു ചെറിയൊരു ഫൈൻ ആയിട്ട് മടക്കിയാൽ മതി, അധികം തിക്നെസ് വേണ്ട. എല്ലാം ഈവൺ ആയിട്ട് മടക്കാൻ ശ്രമിക്കണം. നമ്മൾ 4 സൈഡും അതുപോലെ മടക്കിയിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സിസേഴ്സിന്റെ സൈഡും കൊണ്ട് സിസേഴ്സിന്റെ ബാക്കും കൊണ്ട് ഒന്ന് ടേബിളെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി ഇത് ഫുള്ള് തുറക്കാം. അപ്പൊ ഇത് ഈ നടുക്കൊരു സ്ക്വയർ പോലെ കണ്ടില്ലേ? അത് ടേബിളെ വെച്ച് അതേലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇവിടെ നമുക്ക് എല്ലാത്തിന്റെയും സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. 3 ഫോൾഡ് 1 2 3 എല്ലാത്തിലും കാണും 4 സൈഡിലും. ഇതിന്റെ നടുക്കത്തെ ലൈനിൽ വെച്ച് കട്ട് ചെയ്യണം നമ്മൾ സിസേഴ്സും കൊണ്ട്. എല്ലാ സൈഡിലും നടുക്കത്തെ ലൈനിൽ വെച്ച് കട്ട് ചെയ്യണം. ഇത് 4 സൈഡും ഇപ്പൊ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും അടിയിൽ ഈ സ്ക്വയറിന്റെ അടിയിൽ വരുന്ന പീസാണ്. ഇത് രണ്ടും മേളിൽ വരുന്നത്. ആദ്യം നമ്മൾ ഈ മേളിൽ വരുന്ന പീസ് എടുത്തിട്ട് ഇതിപ്പോ ഇതിന്റെ ഫ്രണ്ട് സൈഡാണ്, ഇത് ബാക്കിലോട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് മടക്കണം. ഈ എയ്റോപ്ലെയിനൊക്കെ മടക്കൂലേ അതുപോലെ ബാക്കിലോട്ട് വേണം മടക്കാൻ. ഫ്രണ്ടില് മടക്കിയ ഒരു ഭംഗി കാണൂല. 2 സൈഡും അതുപോലെ മടക്കണം. ഇത് ഈ ഒരു ഷേപ്പ് കിട്ടും. ഈ ഒരു ഷേപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ഈ സ്ക്വയറിന്റെ ഇത് ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മൾ മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ആ ഗ്യാപ്പിലോട്ട് വെക്കണം. ഇവിടെ പ്രത്യേകിച്ച് ഗമ്മൊന്നും തേക്കണമെന്നില്ല. അത് അതുപോലെ തന്നെ ഇരുന്നോളും, അനങ്ങൂല. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യണം. ബാക്കിലോട്ട് 2 ഫോൾഡ്സ് പിന്നെ ആ സ്ക്വയറിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ 2 പീസ് കൂടെ ഉള്ളൂ.
ഈ ബോയുടെ ഒക്കെ സൈഡിൽ 2 റിബൺ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണൂലേ, ആ ഒരു സെറ്റപ്പ് ചെയ്യാ ഈ സംഭവത്തിന്. ഇതിന്റെ നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ലൈൻ കാണും, ആ ലൈനിന് ഗൈഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ട, ഇത് ലോങ്ങർ സൈഡ്, ഇത് ഷോർട്ടർ സൈഡ്. ആദ്യം ഇതിപ്പോ റിബണിന്റെ ഫ്രണ്ട്, ഇത് ബാക്കിൽ വെച്ച് ഇത് ഉള്ളിലോട്ട്, ലോങ്ങർ സൈഡ് ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കണം. ലൈക്ക് ദിസ്. ആൻഡ് ഈ ഷോർട്ടർ സൈഡ് ഇപ്പുറത്തോട്ട്. ബാക്കിൽ നിന്ന് നോക്കിയാൽ ഇത് ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ. അതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് അങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഈ ലോങ്ങർ സൈഡ് ആദ്യം, പിന്നെ ഷോർട്ടർ സൈഡ്. ഇത് ചിലപ്പം ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സെക്യൂർഡ് ആയിട്ടിരിക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫെവിക്കോളും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബോയുടെ പരിപാടി. ഭയങ്കര ഈസിയാണ്. ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ അതിന്റെ മേളിലൊക്കെ വെക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്ന മറ്റേ ഒരു ഗൂഗിൾ ഡ്രൈവിലോട്ട് എല്ലാരും ഇത് ചെയ്തിട്ട് അയച്ചു കൊടുക്കണേ. ഓക്കെ, താങ്ക് യു. ഹലോ, എല്ലാരും പഠിച്ച് ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ബോ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ചേച്ചിക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് വേഗം നിർത്താം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും വന്നിട്ട് കൈകൂപ്പി പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ബ്ലെസ് ചെയ്ത്, അച്ഛൻ ബ്ലെസ് ചെയ്യാം. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എല്ലാവരും ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കുക. വീഡിയോയിലുള്ളവർ വീഡിയോയിൽ വരിക കേട്ടോ. മ്യൂട്ടായിട്ട് വെച്ചേക്കാം, മതി, മ്യൂട്ടായിട്ട് ഇട്ടേക്കുക. എന്നിട്ട് എല്ലാവരും കൈ ഒന്ന് കൂപ്പി പിടിച്ചേ, കണ്ണടച്ച് പിടിച്ച് എല്ലാവരും. വീഡിയോ ഉള്ളവരെല്ലാവരും, ഇനി ഓഡിയോയിലുള്ളവരെല്ലാവരും വീഡിയോയിൽ വന്നിട്ട് കൈ കൂപ്പി കണ്ണടച്ച് പിടിക്കുക. നമുക്ക് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ആയിരിക്കുന്ന നമ്മുടെ പഠനത്തെയും, ഇനിയിപ്പോ അടുത്ത ഒരു അക്കാഡമിക് ലെവലിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, നമ്മുടെ റിസൾട്ട് വരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അപ്പ, അമ്മ, സഹോദരങ്ങളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സഹോദര കൂട്ടുകാരുണ്ട്, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ ഈ സഹായിച്ച ചേച്ചിയെയും നമ്മുടെ ഡസ്റ്റർ ചേട്ടനെയും എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുറവുകളും ബലഹീനതയും നമുക്കൊരു നല്ലൊരു മിന്നാമിനിങ് ആയി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന നല്ലൊരു മക്കളായിട്ട്, നല്ലൊരു മിന്നാമിനിങ് ആയിട്ട്, നല്ലൊരു ചിത്രശലഭമായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായിട്ട്, സന്തോഷം കൊടുക്കുന്നവരായിട്ട് മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ കുറവുകളെയും, ഞങ്ങളുടെ വികൃതികളെയും, ഞങ്ങളുടെ പോരായ്മകളെയും എല്ലാം ഈശോയെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇവര് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, അവരുടെ പഠിക്കുന്നതിന്റെ എല്ലാ മേഖലകളും കഴിവുകളെയും യോഗ്യതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ അനുഗ്രഹിക്കണമേ. സകല വിജയ മാലാകന്മാരെ തുണയായിരിക്കണമേ, ശക്തിയായിരിക്കണമേ. നമുക്ക് എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമൃതത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അച്ഛനൊന്ന് ബ്ലെസ് ചെയ്യാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി പിടിച്ചേ, കണ്ണടച്ച് പിടിക്കുക. അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിശ്വയെ ദൈവം നിന്റെ മക്കളെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ വിശുദ്ധിയാലോ സ്നേഹത്തിൽ ആത്മാവിരക്ഷ നൽകണമേ. എല്ലാവിധ കൃപകളെയും നിറച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിൽ ദൈവത്തിലും മനുഷ്യപ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. വലിയ സംരക്ഷണം ഉണ്ടാകണമേ. സകലവിജയ മാധ്യസ്ഥം ഉണ്ടാകണം, വിശുദ്ധയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. ഈശോ ശുദ്ധിയായിരിക്കട്ടെ. അപ്പൊ കാണാൻ കേട്ടോ. സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടേ സന്തോഷം. പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചോളൂ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.